വൈലന്റിന്റെ ഇക്കോടെക് പ്ലസ് ബോയിലർ പ്രഷർ ടോപ്പപ്പിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ബോയിലറിന്റെ മാത്രമല്ല, എല്ലാ ബോയിലറിന്റെയും പ്രഷർ ടോപ്പപ്പ് ചെയ്യുന്നത് ഈ സെയിം മെത്തേഡിൽ തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രഷർ എങ്ങനെ ടോപ്പപ്പ് ചെയ്യാവുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വിൻ്ററിലോട്ട് കാലുകുത്തി ഇനിയിപ്പം പ്രഷർ പ്രോബ്ലം കാരണം ഹീറ്റർ ചൂടാവാതെ റൂമിലെല്ലാം പ്രോപ്പറായിട്ട് ഹീറ്റ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആവാത്തതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി അതിൻ്റെ മെയിൻ ഒരു ചാൻസും ഇതുതന്നെയായിരിക്കും. അതിൻ്റെ വലത്തെ സൈഡിൽ താഴെ കാണുന്ന പ്രഷർ ഗേജിലെ ടെമ്പറേച്ചർ പ്രഷർ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് തന്നെ ടോപ്പപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് വേറൊരാളുടെയും സഹായമില്ല. അത് നമുക്കിപ്പം നോക്കാം എങ്ങനെ അത് ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മാക്സിമം ടെമ്പറേച്ചർ, നമ്മുടെ തെർമോസ്റ്റാറ്റിൽ മാക്സിമം ടെമ്പറേച്ചർ 22 ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ആ 22 ഇട്ടിട്ട് ഈ പ്രഷർ ഗേജിൽ എവിടം വരെ വരുന്നുണ്ടെന്ന് ആദ്യം പോയി ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരു കാരണവശാലും ആ പ്രഷർ ഗേജ് റെഡിൻ്റെ അടുത്ത് മാക്സിമം ടെമ്പറേച്ചറിൽ അത് വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാൻ പോകരുത്. അത് ചെയ്യേണ്ട ആവശ്യം എപ്പോഴാണെന്ന് വെച്ചാൽ ആ പ്രഷർ ഗേജ് ഗ്രീനിൻ്റെ ഇങ്ങേ അറ്റത്ത്, അതായത് ഇടത്തെ സൈഡിൽ താഴെ ഫുള്ളായിട്ട് വീണ് കിടക്കാൻ മാത്രം, അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ എത്തി നിൽക്കുകയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. പ്രഷർ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഈ 2 നോബുകളാണ്. ആദ്യം ഇടത്തെ സൈഡിലെ നോബ് ഓപ്പൺ ആക്കുക, എന്നിട്ട് പതുക്കെ വലത്തെ സൈഡിലെ ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയ സൗണ്ട് കേൾക്കാൻ സാധിക്കും. എന്നിട്ട് ആ പ്രഷർ ഗേജ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ സ്ലൈറ്റായിട്ട് ചെറുതായിട്ട് ഇത് മൂവായി അത് ഇൻക്രീസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓവറായിട്ട് ഗേജ് ആ റെഡിൻ്റെ അടുത്ത് വരെ പോകുന്നിടം വരെ ഒന്നും നമ്മൾ കൊണ്ടുപോകരുത്. ഞാനിവിടെ കാണിച്ചു ആ ഒരു പോർഷൻ വരെ അത് എത്തിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ടെമ്പറേച്ചർ ഓടുമ്പോൾ അത് റെഡിൻ്റെ മേളിൽ കയറിപ്പോവും. നമ്മളത് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ആ നോബ് വർക്ക് ചെയ്യുന്നില്ല, തിരിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറോ ആ നോബ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രൂയിലായിരിക്കും. ആ സ്ക്രൂ ഒന്ന് ഫുൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ നോബ് പ്രോപ്പറായിട്ട് അതേ ഫിക്സ് ആവും. പിന്നെ തിരിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് തിരിഞ്ഞോളും. ചില ബോയിലറുകൾക്ക് ചിലപ്പോൾ ഈ നോബിൻ്റെ സ്ഥാനത്ത് എന്തെങ്കിലും സ്ക്രൂവോ എന്തെങ്കിലും ആയിരിക്കും. അതൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ -1 വെച്ചോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.